ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മളുടെ സൂപ്പർ കിങ്സ് മക്കളെല്ലാവരും GIB എക്സാം നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ GIB 3 ആയിരുന്നു ഇത് അല്ലേ? സോ ഐ ഹോപ്പ് നല്ലപോലെ എഴുതി. ബോട്ടണിയുടെ മോഡറേറ്റ് പേപ്പർ ആയിരുന്നു, അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ടേംസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആൻതർ? ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആൻതർ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മുടെ ആൻജിയോസ്പേംസിന്റെ ആൻതർ ബൈലോബ്ഡ് ആണ് അല്ലെ? ഈച്ച് ലോബ് ഇസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു തീക്ക. സോ ഡൈതീക്കസ് ആണ്. അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്കൊരു ടെട്രാസ്പൊറാൻജിയേറ്റ് സ്ട്രക്ചർ ആണ് കാണാൻ പറ്റുന്നത്. ഓരോ കോർണറിലും ഓരോ മൈക്രോസ്പൊറാൻജിയ, അതായത് പോളൻസ് ആക്കിയിരിക്കുന്ന കാണാം. സോ ഇറ്റ് ഈസ് ഡൈതീക്കസ്, ബൈലോബ്ഡ് ആൻഡ് ടെട്രാസ്പൊറാൻജിയേറ്റ്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? നമുക്ക് കറക്റ്റ് ടേം അറിയുന്നത് കൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in which of the following sets of families the pollen grains are viable for months? Viability of pollen grains എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ എന്ന് റിലീസ് ചെയ്തതിന് ശേഷം എത്ര നേരം അതിന് എൻവറോൺമെന്റിൽ ആക്റ്റീവായി നിൽക്കാൻ പറ്റും, അത് പോയി മുളയ്ക്കുന്നത്, അതായത് സ്റ്റിഗ്മയിൽ അത് ജെർമിനേറ്റ് ചെയ്യുന്ന വരെയുള്ള സമയമാണ് നമ്മൾ വയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ചിലർക്ക് അത് 30 minutes ഒക്കെ ഉള്ളൂ. നമ്മുടെ ഗ്രാസസിൽ മോണോക്കോട്സിലൊക്കെ അങ്ങനെയാണ്. വീറ്റ് പാഡിയൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. പക്ഷെ നമ്മളുടെ കുറച്ചും കൂടി ഹയർ പ്ലാന്റ്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ ചില ഫാമിലീസിൽ 30 days ആൻഡ് മോർ അല്ലെ, മാസങ്ങളോളം അവർക്ക് വയബിലിറ്റി ഉണ്ട് പോളൻ ഗ്രെയിൻസിന്. അതുകൊണ്ട് പോളൻ ഗ്രെയിൻ നമുക്ക് ലോങ് ടേം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏതൊക്കെ ഫാമിലീസ് ആണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ലെഗ്യുമിനോസെ, സോളനേസിയെ ആൻഡ് റോസേസിയെ. ലെഗ്യുമിനോസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറുവർഗ്ഗങ്ങളാണ് അല്ലേ? ഫേബേസിയെ ഫാമിലി. പിന്നെ സോളനേസിയെ നമ്മുടെ പൊട്ടറ്റോ ഫാമിലി ആൻഡ് റോസേസിയെ നമ്മുടെ റോസ് ഫാമിലി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. തേർഡ് ക്വസ്റ്റ്യൻ, which is the most common type of embryo sac in angiosperms? ആൻജിയോസ്പേംസിന്റെ എംബ്രിയോ സാക്കിന്റെ പ്രത്യേകത നമുക്കറിയാലോ. മറ്റേ മിയോസിസും 3 മൈറ്റോട്ടിക് ഡിവിഷൻസും ഒക്കെ കഴിഞ്ഞ് ഉണ്ടായി വരുന്ന ആ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. 2 സിനർജിറ്റ്സ്, ഒരു എഗ്ഗും കൂടിയുള്ള എഗ് അപ്പാരറ്റസ്, അതിന് മുകളിലേക്ക് നമുക്കൊരു സെൻട്രൽ സെല്ല്, അതിന് നടുക്ക് 2 പോളാർ ന്യൂക്ലിയൈ, ആൻഡ് ദെൻ വി ക്യാൻ സീ ദാറ്റ് 3 ആന്റിപോഡൽ സെൽസ്. 8 ന്യൂക്ലിയേറ്റഡ് ആണ്, 7 സെൽഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ? 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എംബ്രിയോ സാക്ക് ആണ്. അതിന്റെ പ്ലോയിഡ് ഹാപ്ലോയിഡ് ആണ്. ഈ ടൈപ്പ് ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നതാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഒരു ഫംഗ്ഷണൽ മെഗാസ്പോറിൽ നിന്നും 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കിട്ടുന്ന ഡെവലപ്മെന്റിനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻസിലൂടെയാണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഇറ്റ് ഈസ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് വിത്ത് 3 sequential mitotic divisions, isn't it? Yes. Okay, അപ്പം it's a very simple question, direct question ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, pollination in water hyacinth, അതായത് ടെറർ ഓഫ് ബംഗാൾ അല്ലേ, ആൻഡ് വാട്ടർ ലില്ലി ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി ഏജൻസി ഓഫ് ഓപ്ഷൻ 1 ബേർഡ്സ്, 2 ബാറ്റ്സ്, 3 വാട്ടർ, 4 ഇൻസെക്ട്സ് ഓർ വിൻഡ്. അപ്പം പോളിനേഷൻ നമ്മൾ ഹൈഡ്രോഫിലി, അനിമോഫിലി ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ നമ്മളുടെ വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയും അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ വളരുന്നവരാണ് അല്ലേ? വാട്ടർ ലില്ലി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ആമ്പല്, പിന്നെ നമ്മുടെ ലോട്ടസ് താമരയുണ്ട്. അതേപോലെ വാട്ടർ ഹൈസിൻ നമ്മുടെ കുളവാഴ എന്ന് പറയും. ടെറർ ഓഫ് ബംഗാൾ അതൊരു അക്വാട്ടിക് വീഡാണ്. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പടർന്ന് വളരും. പക്ഷേ അവരുടെ പൂക്കൾക്ക് നല്ല ഭംഗിയായിരിക്കും, നല്ല കളറും നല്ല മണമൊക്കെ ഉള്ള പൂക്കളായിരിക്കും. കാരണം എന്താ? ഇവരെ പോളിനേറ്റ് ചെയ്യുന്നത് ഇൻസെക്ട്സ് ഓർ വിൻഡാണ്. അവരുടെ പൂക്കൾ വരുന്നത് വെള്ളത്തിന്റെ സർഫസിലാണ് അല്ലേ? ആമ്പൽപ്പൂക്ക് അങ്ങനെയല്ലേ നിൽക്കുന്നത്? അതായത് ഇൻസെക്ട് പോളിനേഷൻ നമ്മൾ പറയുന്നത് എന്താ? എൻറ്റോമോഫിലി എന്ന് പറയും. ആൻഡ് വിൻഡ് പോളിനേഷൻ നമ്മൾ അനിമോഫിലി എന്ന് പറയും. സോ ദേ ആർ എയ്തർ എൻറ്റമോഫിലിക് ഓർ അനിമോഫിലിക്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, from among the situations given below, choose the one that prevents both autogamy and geitonogamy. Okay, ഇതിൽ ഏതാണ് ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, ജെറ്റനോഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എന്താ പറയുക, പാർഷ്യൽ ക്രോസ് പോളിനേഷൻ ആണ് അല്ലേ? അതായത് ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്, ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്. ഓട്ടോഗാമിയിൽ ട്രാൻസ്ഫർ ഹാപ്പൻസ് ബിറ്റ്വീൻ ദ മെയിൽ ടു ഫീമെയിൽ പാർട്സ് ഓഫ് ദ സെയിം ഫ്ലവർ. ഓക്കെ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ജെറ്റനോഗാമി എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇരിക്കുന്നത് ഒരേ ചെടിയിലായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ നടത്തുക. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ ഏത് സിറ്റുവേഷനാണ് ഇത് രണ്ടും പ്രിവെൻറ്റ് ചെയ്യുന്നത്? സോ ദാറ്റ് മീൻസ് ദ പ്ലാന്റ് ഹാസ് ടു ബി ഡൈയേഷ്യസ് അല്ലേ? അതായത് ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവർ മാത്രവും മറ്റേ പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. സോ ഡൈയേഷ്യസ് പ്ലാന്റ് ഇറ്റ് ഹാസ് ടു ബി വെയറിങ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ? എയ്തർ സ്റ്റാമിനേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ ആയിരിക്കണം. അതാണ് എന്ത്? സെനോഗമി എന്ന്
പറയുന്നത്. ഓക്കെ, സെനോഗമി അപ്പോൾ മാത്രമാണ് നടക്കുക. സോ 5th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് അല്ലേ? ഡയേഷ്യസ് പ്ലാന്റ് ബെയറിംഗ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ്. In angiosperm, the haploid, diploid and triploid structures of a fertilized embryo sac sequentially are. നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിനർജിഡ്സ് ആൻറ്റിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിനർജിഡ്സ് എംബ്രിയോസാക്കിൻ്റെ ഭാഗമാണ്, ഹാപ്ലോയിഡ് ആണ്. ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ് ആണ്. പോളാർ ന്യൂക്ലിയയും ഇനീഷ്യലി അവരെ നമ്മൾ ഹാപ്ലോയിഡ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ അവർ ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇനീഷ്യലി അവർ ഹാപ്ലോയിഡ് ആണ്. ജസ്റ്റ് അറ്റ് ദി ഓൺസെറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ മാത്രമാണ് അവർ ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. സിനർജിഡ്സ് ഹാപ്ലോയിഡ് ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ് അല്ലേ? ആൻഡ് സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ് ആണ്. സിനർജിഡ്സ് ഹാപ്ലോയിഡ് ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിനർജിഡ്സ് ഹാപ്ലോയിഡ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആൻഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അത് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായതുകൊണ്ട് ട്രിപ്ലോയിഡ് ആണ്. സോ N, 2N, 3N വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ് അല്ലേ? 6th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Traditional hybridization procedures used in plant and animal breeding leads to the multiplication of only desirable genes, leads to the multiplication of undesirable genes along with desirable genes. Desirable genes are transferred to the next generation without introducing undesirable gene, both 1 and 3. ഈ ഹൈബ്രിഡൈസേഷൻ്റെ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സിൽ അവരുടെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത് അല്ലേ? എന്താണ് നടക്കുന്നത്? യെസ്, ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സിൽ ദേ ലീഡ് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൺലി ഡിസൈറബിൾ ജീൻസ് ആണോ? അല്ല. കാരണം ഇത് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. ലീഡ് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺഡിസൈറബിൾ ജീൻസ് അലോങ് വിത്ത് ആവശ്യമില്ലാത്തവരൊക്കെ മൾട്ടിപ്ലൈഡ് ആകും. ഡിസൈറബിൾ ജീൻസ് ആർ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് അൺഡിസൈറബിൾ ജീൻ. ഇതും തെറ്റാണ് അല്ലേ? സോ 7th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, ആവശ്യമില്ലാത്ത ജീൻസും മൾട്ടിപ്ലൈഡ് ആവുന്നുണ്ട് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ നടത്തുമ്പോൾ. സെലക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. 8th question, basic steps in genetically modifying an organism include. നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പം അതിലുള്ള ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ഇൻ ടു ഇറ്റ്സ് പ്രോജനി. ഇതെല്ലാം ശരിയല്ലേ? നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ മെത്തേഡ്സ് അല്ലേ പറയുന്നത്? അതായത് നമ്മളുടെ DNA ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, നല്ലൊരു സൂട്ടബിൾ പ്ലാസ്മിഡ് വെക്ടറിൽ അതിനെ ഇൻസേർട്ട് ചെയ്യുക അല്ലേ? എന്നിട്ട് അതിനെ നല്ലൊരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് ഹോസ്റ്റ് സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിൽ DNA മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തെടുക്കുക. സോ ഓൾ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 9th question, മോർ ദാൻ ഡാഷ് റെസ്ട്രിക്ഷൻ എൻസൈം ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം ഓവർ ഡാഷ് സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. എത്രയുണ്ട്? മോർ ദാൻ ഹൗ മെനി സ്ട്രെയിൻസ് ആർ ദർ? മോർ ദാൻ 900 സ്ട്രെയിൻസ്. NCERTയിലെ ഡയറക്റ്റ് ലൈൻ ആണ് അല്ലേ? 900 restriction enzyme have been isolated from over 230 strains of bacteria. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10th question, the term evil quartet, ഇത് നമ്മൾ എവിടെയാണ് പഠിക്കണേ? evil quartet നമ്മൾ പഠിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിലാണ് അല്ലേ? അവിടെ നമുക്കറിയാം ഈ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്ന 4 കാരണങ്ങളെ പറയുന്നത് ദ evil quartet എന്നാണ് അല്ലേ? അത് 4 major causes of deforestation, 4 major causes of population growth, 4 major causes of organic genetic mutation, 4 major causes of biodiversity losses. ഓപ്ഷൻ 4 ആണ് അല്ലേ? നമ്മൾ പഠിച്ചപ്പോൾ ഒരു കോഡൊക്കെ ഉണ്ടായിരുന്നു, HOAC, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? പിന്നെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളുടെ അതിനെയാണ് ആ 4 റീസൺസിനെയാണ് നമ്മൾ ഈവിൽ ക്വാർട്ടറ്റ് എന്ന് പറയുന്നത്. 11th question, match the following list of bacteria or fungus and their commercially important products. ഓക്കെ, ഇത് നമ്മളുടെ മറ്റേ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ്, യൂസ് ഓഫ് മൈക്രോബ്സ് ഇൻ ദ ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? ഫുഡ് പ്രൊഡക്ഷൻ അല്ല, സോറി, യൂസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ്, ഓർഗാനിക് ആസിഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസ്പെർജില്ലസ് നൈജർ നമുക്ക് തരുന്നത് ഏതാണ്? ആസ്പെർജില്ലസ് നൈജർ ഇസ് എ ഫംഗസ് അല്ലേ? യെസ്. അപ്പോൾ ആസ്പെർജില്ലസ് നൈജർ നമുക്ക് തരുന്നത് അസെറ്റിക് ആസിഡ് ആണ്. അസെറ്റിക് ആസിഡ് അല്ല, ആസ്പെർജില്ലസ് നൈജർ
യെസ് എവ്രി വൺ. ആസ്പെർജില്ലസ് നൈജർ നമുക്ക് തരുന്നത് സിട്രിക് ആസിഡ് ആണ്. അസറ്റോബാക്ടർ അസറ്റി ആണ് നമുക്ക് അസറ്റിക് ആസിഡ് തരുന്നത് അല്ലേ. അപ്പം A4 ആണ് B3 ആണ് നമുക്ക് മനസ്സിലായി. A4 B3 ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്ക നമുക്ക് ബ്യൂട്ടൈറിക് ആസിഡ് തരുന്നുണ്ട്. ലാക്ടോബാസില്ലസ് നമുക്ക് ലാക്റ്റിക് ആസിഡ് തരുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ അല്ലേ ലാക്റ്റിക് ആസിഡ്. ലാക്ടോബാസിലസ് നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ കേർഡ്ലിംഗ് ഓർ മിൽക്കിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ ആസ്പെർജില്ലസിനെ നമ്മൾ മറ്റു പല എക്സാമ്പിൾസിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ A4 B3 C2 D1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12th ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻ എൻസൈംസ് ദാറ്റ് ക്യാൻ കട്ട് ആംപെസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഏതാണ്? ഇത് നമ്മുടെ മറ്റേ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഓരോ പെർട്ടിക്കുലർ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഉണ്ടാവും അല്ലേ. യെസ്, അപ്പം ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ റീജിയനിലൊക്കെ ഇരിക്കുന്ന റെക്കഗ്നിഷൻ സീക്വൻസ് ഉള്ള ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചറിനെ ഓർത്താൽ മതി. PST1 PVU2 CLAV1 SAL1 PVU1 എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് നമ്മളുടെ PST1 ഉണ്ട് ആൻഡ് ദെൻ വി ഹാവ് PVU1 അല്ലേ. ഇത് രണ്ടും ഇതിൻ്റെ സൈറ്റിലാണ് ഇരിക്കുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻസൈം ദാറ്റ് ക്യാൻ കട്ട് ആംപെസിലിൻ റെസിസ്റ്റൻസ് ജീൻ ആർ PST1 ആൻഡ് PVU1 ആൻഡ് 5 ആണ് അല്ലേ. ഓപ്ഷൻ 2 ആണ് വരിക. 12th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. നമ്മുടെ PBR 322ൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. ഇഫ് എ പീസ് ഓഫ് DNA is introduced in a host bacterium, it is called dash and such bacterium are called dash. ഒരു പീസ് ഓഫ് DNA എന്ന് പറയുന്നത് നമ്മുടെ DNA ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, അതായത് ഫോറിൻ DNA ഒരു ഹോസ്റ്റ് ബാക്ടീരിയയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുക, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ആൻഡ് സച്ച് ബാക്ടീരിയം ഈസ് കോൾഡ് ആസ് എ ട്രാൻസ്ഫോർമെൻറ്റ്. കാരണം നമ്മൾ അവിടെ എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ഉണ്ട്. അപ്പോൾ ആ സെല്ലിനെ നമ്മളൊരു ട്രാൻസ്ഫോർമെൻറ്റ് സെൽ എന്ന് പറയും. അപ്പം A എന്ന് പറയുന്നത് എന്താണ്, ഇത് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്നതാണ് അല്ലേ. റീകോമിനൻ്റ് എന്താണ്, ട്രാൻസ്ഫോർമെൻറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. ഓക്കെ, സോ 13th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? A is transformation and B is transformant. So 13th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ is option 3. Okay, next, if a foreign DNA is linked with SAL1 site of PBR 322, then it is, അതായത് SAL1 സൈറ്റിൽ കൊണ്ടിട്ട് ഫോറിൻ DNA നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ PBR 322ൻ്റെ ഡയഗ്രാം മനസ്സിലാക്കണം അല്ലേ. PBR 322 നോക്കിക്കേ, ഇതിനൊരു ഓറിക് സൈറ്റ് ഉണ്ട്, ROP ഉണ്ട്, അവിടെ ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട്, അതാണ് നമ്മുടെ PVU2. ഓക്കെ, അതേപോലെ ഒരു സൈഡിൽ ആംപെസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, അവിടെ ഇരിക്കുന്ന റെക്കഗ്നീഷൻ സൈറ്റ്സ് ഏതൊക്കെയാണ് മക്കൾ നോക്കിക്കേ. PST1 ഉണ്ട്, PVU1 ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറ വശം നോക്കുകയാണെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്, അവിടെ നമുക്ക് BAM-H1 ഉണ്ട്, SAL1 ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ഈസ്, അത് രണ്ടിലും പെടാത്ത സ്ഥലത്താണ് ECO-R1 CLAV1 HIND3ൻ്റെ ഒക്കെ റെക്കഗ്നിഷൻ സീക്വൻസ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, യെസ്, ഇഫ് ദ ഫോറിൻ DNA is linked with SAL1 site of PBR 322, ഇവിടെ കൊണ്ടുപോയിട്ടാണ് എന്തിടുന്നത്, നമ്മുടെ ഫോറിൻ DNA കൊണ്ടിടുന്നത്. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇനാക്ടിവേറ്റ് ആയി പോകില്ലേ, അപ്പോൾ ആ സെല്ലിന് എന്തുണ്ടാവില്ല, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ ദാറ്റ് മീൻസ് ദാറ്റ് സെൽ വിൽ ബി റെസിസ്റ്റൻറ്റ് ടു ആംപെസിലിൻ ഓൺലി. ഓക്കെ, ആംപെസിലിൻ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ടെട്രാസൈക്ലിൻ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ 14 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു everybody. Okay, next question. In insertional inactivation of gene encoding, beta galactosidase recombinant from non-recombinant can differentiate on the basis of ability to replicate in antibiotic medium, ability to grow in bioreactor, ability to produce color in the absence of chromogenic substrate, ability to produce color in the presence of chromogenic substrate ആണല്ലേ. അതായത് ഈ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, അവിടെ ഫോറിൻ DNA ഇൻസേർട്ട് ആയിട്ടുണ്ട് അല്ലേ. അപ്പം അവർ കളറൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഫോറിൻ DNA ഒന്നും ഇൻസേർട്ട് ആയിട്ടില്ല, ബീറ്റ ഗാലക്ടോസിഡേസ് ജീന് ഇനാക്ടിവേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. സോ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ, ബ്ലൂ കോളനീസ് ആണ് അവർ ഫോം ചെയ്യുക അല്ലേ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 16th ക്വസ്റ്റ്യൻ, DNA can't pass through cell membrane. Why? DNAക്ക് എന്തുകൊണ്ടാണ് സെൽ മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്യാൻ പറ്റാത്തത്? DNA is hydrophobic in nature, DNA is negatively charged, DNA is hydrophilic, DNA is positively charged. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അല്ലേ സെൽ മെംബ്രെയിനിലുള്ളത് മക്കളെ.
ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഓരോ മോളിക്യൂള് പോളാർ ഹെഡും അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് നോൺ പോളാറും ആണ് അല്ലേ. അപ്പം ദേ ഹാവ് എന്താ പറയുക, ഹൈഡ്രോഫിലിക് ഹെഡും ഒരു ഹൈഡ്രോഫോബിക് ടെയിലുമാണുള്ളത്, ഇസന്റ് ഇറ്റ്. അപ്പം ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന ഒരു മോളിക്യൂളാണ് നമ്മുടെ DNA. DNA പ്രത്യേകത എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് നമ്മുടെ BDNA എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഹൈഡ്രോഫിലിക് മോളിക്യൂൾ അല്ലേ. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് എന്നാണല്ലോ ശാസ്ത്രം അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ഈ DNA ഇതിൽ കൂടി ഈസി ആയിട്ട് കയറി പോവാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ സ്പെസിഫിക് നേച്ചർ ഓഫ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ ഹൈഡ്രോഫിലിക് നേച്ചർ ഓഫ് ദ DNA, isn't it? അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് വേറെ പല ടെക്നിക്സും ഉള്ളത്. സോ ഓപ്ഷൻ 3 ആണ് ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ബിക്കോസ് DNA is hydrophilic, it can't pass through the cell membrane. Okay, 16th question, the correct answer is option 3. 17th question, when recombinant DNA is directly injected into the nucleus of an animal cell, the method is known as, animal cells നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? മൈക്രോ ഇഞ്ചക്ഷൻ ആണ് അല്ലേ. ബയോലിസ്റ്റിക് ഗണ്ണും ജീൻ ഗൺ മെത്തേഡും നമ്മൾ പ്ലാന്റ് സെൽസിലാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് നമ്മൾ പാർട്ടിക്കിൾ ജീൻ ഗൺ മെത്തേഡ് എന്നൊക്കെ പറയും. പക്ഷേ മൈക്രോ ഇഞ്ചക്ഷൻ, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുന്നത് ആനിമൽ സെൽസ് ആണ്. 17th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ്. 18th question, Taq polymerase isolated from a fungus Thermus aquaticus used in step annealing. Thermostable DNA polymerase ആണ്. ആക്റ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ഓൺലി. അല്ലേ. തെർമസ് അക്വാറ്റിക് ഐസൊലേറ്റഡ് ഫ്രം ഫംഗസ് ആണോ തെർമസ് അക്വാറ്റിക്കസ്? ഇറ്റ് ഈസ് എ ബാക്ടീരിയ അല്ലേ. യെസ്, അനീലിംഗ് സ്റ്റെപ്പിലല്ല നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ റോങ്. PCR നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്, പക്ഷേ നോട്ട് ഇൻ ദി അനീലിംഗ് സ്റ്റെപ്പ്. തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ആണ്. ഇറ്റ് ഈസ് ആക്ടിവേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് അല്ലേ. അതുകൊണ്ടല്ലേ ഹൈ ടെമ്പറേച്ചേഴ്സിലല്ലേ PCR റൺ ചെയ്യുന്നത്. സോ 18th ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. 19th question, match column 1 some examples of recent extinctions and 2 with the country it belonged to. ഇത് ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ മിസ് പറഞ്ഞിരുന്നു നമ്മൾ ഈ കൺട്രീനെ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കണം, ബിക്കോസ് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്വഗ എവിടെ നിന്നാണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്? ആഫ്രിക്കയിൽ നിന്നാണ്. AQ ആണ് അല്ലേ. AQ ആണ്. അപ്പം ക്വഗ എക്സ്റ്റിങ്ക്റ്റ് ആയത് ആഫ്രിക്കയിൽ നിന്നാണ്. സോ AQ ആണ്. തൈലസീൻ എക്സ്റ്റിങ്ക്റ്റ് ആയത് എവിടെ നിന്നാണ്? നമ്മളുടെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. സ്റ്റെല്ലർ സീ കൗ CR ആണ് വരിക. ആൻഡ് ഡോഡോ മോറിഷ്യസിൽ നിന്നും DS ആണ്. സോ ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ ബൈഹാർട്ട് ചെയ്യാൻ അല്ല, ഇതിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാനൊന്നുമില്ല. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. AQBPCRDS ഓപ്ഷൻ 4 ആണ് 19th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 20th question, the gene Cry1AB and Cry2AB control. Very good. Corn borer and cotton bollworm respectively. Direct question ആണ് ഇതും അല്ലേ. 20th question, cotton bollworm and cotton borer respectively. Both genes control cotton bollworm, both genes control corn borer. അതായത് ഈ ജീൻസിനെ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് വെറൈറ്റീസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, isn't it? So corn borer and cotton bollworm respectively ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, isn't it? Yes everyone. Cry1AB and Cry2AB control. Cry1AB കൺട്രോൾ ചെയ്യുന്നത് കോൺ ബോററിനെയും Cry2AB കൺട്രോൾ ചെയ്യുന്നത് കോട്ടൺ ബോൾവോമിനെയും ആണ്. യെസ്, 20th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. ഇതേപോലെ കുറച്ച് ഡിപ്റ്ററൻസും മറ്റേ ഇവരുടെയൊക്കെ എക്സാമ്പിൾസ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, നൗ 21st question everyone. In mRNA silencing, RNAi, the specific mRNA can be silenced by using 1 double-stranded DNA, 2 double-stranded RNA, 3 single-stranded RNA, 4 SSDNA, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലേ. 21st ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNAനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ mRNAനെ സൈലൻസ് ചെയ്യുന്നത് അല്ലേ. ചെറിയ ഇതിനൊക്കെ യൂസ് ചെയ്ത് എൻറ്റയർ പ്രോസസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും, RNA ഇൻ്റർഫെറൻസിൻ്റെ. യെസ്, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. 21st ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. എൻറ്റയർ പ്രോസസ്സ് മിസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പ്രോസസ്സ് അല്ലേ.
ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെ, ഡെറ്റിറ്റസിനെ മൈക്രോ ഓർഗാനിസംസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് മണ്ണിൻ്റെ ഭാഗമാക്കുന്ന പ്രോസസ്സാണ്. സോ ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചർ, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ ഡെറ്റിറ്റസ്, ഓൾ ഓഫ് ദിസ്. എന്താണ്? ടെമ്പറേച്ചറിനെ, സോയിൽ മോയ്സ്ചറിനെ, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഡെറ്റിറ്റസിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ടു റീജനറേറ്റ് ദ ഹോൾ പ്ലാന്റ് ഫ്രം എ സെൽ ഇസ് കോൾഡ്. ഒരു പ്ലാന്റിനെ ഒരു എൻറ്റയർ സെല്ലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ടോട്ടിപോട്ടൻസി, മൈക്രോ പ്രൊപ്പഗേഷൻ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, നൺ ഓഫ് ദി അബൌവ്. 23rd ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? മൈക്രോ പ്രൊപ്പഗേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് എടുത്തിട്ട്, ഒരു എക്സ് പ്ലാന്റ് എടുത്തിട്ട് അതിൽ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ന്യൂ പ്ലാന്റിനെ കിട്ടും. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ അങ്ങനെ ഒരു ഹൈബ്രിഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ടോട്ടിപോട്ടൻസിയാണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്നും ഒരു എൻറ്റയർ പ്ലാന്റിനെ അല്ലേ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് കാലസ് ഉണ്ടാക്കുന്നു, അല്ലെ ടിഷ്യൂസ് ഉണ്ടാക്കുന്നു, കാലസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു എൻറ്റയർ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. സോ ഓപ്ഷൻ 1 ആണ് 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ടോട്ടിപോട്ടൻസി. 24th ക്വസ്റ്റ്യൻ, RNAi takes place in all eukaryotes as a method of delaying senescence, cellular defense, ഫാഗോസൈറ്റോസിസ്, ട്രാൻസ്ലേഷൻ. സെല്ലിൻ്റെ ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടല്ലേ ഓരോ സെല്ലിലും RNAi ഇൻ്റർഫറൻസ് നടക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ നമ്മളുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇൻസെക്ട് റെസിസ്റ്റൻ്റ്, നെമറ്റോഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. 25th ക്വസ്റ്റ്യൻ, ADA deficiency is caused due to the adenosine deaminase deficiency is caused due to the deletion, translocation, substitution, inversion. എന്ത് മ്യൂട്ടേഷൻ കൊണ്ടാണ് അത് നടക്കുന്നത്? ADA deficiency നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ്, മോളിക്കുലർ ഡയഗ്നോസിസിൽ പഠിക്കുന്നതാണ്. 25th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് എ ജീൻ, ഇസ്ന്റ് ഇറ്റ്? ഡിലീഷൻ ആണ്. സോ 25th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. 26th ക്വസ്റ്റ്യൻ, യെസ്, പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ. പ്രൊഡക്ടിവിറ്റി നമുക്കറിയാലോ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ബൈ പ്ലാന്റ്സ് അല്ലേ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്, എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഓൾ ഓഫ് ദിസ് എല്ലാവർക്കും അല്ലേ. ഇതെല്ലാം എന്താണ്? പ്രൊഡക്ടിവിറ്റിയെ, ഒരു പ്ലാന്റിന് എത്ര ബയോമാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, Dash rule states that mammals from colder climates generally have shorter ears and limbs to minimize the heat loss. നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പഠിക്കുന്നതാണ്. ഇവിടെ കുറേ റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ആലൻസ് റൂളാണ് എന്താ പറയുന്നത്? ഈ പിന്നെ കോൾഡർ ക്ലൈമറ്റ്സിലുള്ള മാമൽസിന് ചെറിയ ചെവിയും ചെറിയ വാലും ഒക്കെ ആയിരിക്കും. ബിക്കോസ് ഹീറ്റ് ലോസ് ഒക്കെ, ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ടായി ഹീറ്റ് ലോസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഇത് ആലൻസ് റൂളാണ് അല്ലേ. 27th ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 1. 28th question, 10 joule of energy is available at producer level. Simple question. Then what amount of energy is present at the secondary consumer level? അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്ന ഹെർബിവോർ. പ്രൊഡ്യൂസറിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എനർജി എത്രയാണ്? 10 ജൂൾ. നമ്മൾ ഈ 10% ലോ അറിയാലോ, ഇതിൻ്റെ 10% ആണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോവുക. അപ്പം പ്രൈമറി കൺസ്യൂമറിന് 1 ജൂളാണ്, സെക്കൻഡറി കൺസ്യൂമറിന് 0.1 ജൂളാണ് ഉണ്ടാവുക. ഇവിടെ ആകുമ്പോഴേക്കും 0.01 ജൂളേ ഉണ്ടാവുള്ളൂ അല്ലേ. 10% ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? 28ാമത്തെ ക്വസ്റ്റ്യൻ 0.1 ജൂളാണ് അല്ലേ. ഓപ്ഷൻ 3 ആണ് വരിക, സെക്കൻഡറി കൺസ്യൂമറിന് ഉണ്ടാവുക. പ്രോസസ് ഇൻ വിച്ച് ഡെറ്റിറ്റസ് ആർ ഡിഗ്രേഡഡ് ഇൻ ടു സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് യൂസിങ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം ഇസ് കോൾഡ് അല്ലേ. ഈ ഡെറ്റിറ്റസിനെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട്, ഡെറ്റിറ്റസ് എന്ന് പറയുന്നത് എന്താ? ഓർഗാനിക് വേസ്റ്റ് ആണ്. ഓർഗാനിക് വേസ്റ്റിനെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? കാറ്റബോളിസം, ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, ഹ്യൂമിഫിക്കേഷൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 അല്ലേ. യെസ് എവ്രി വൺ, കാറ്റബോളിസം. 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. 30th ക്വസ്റ്റ്യൻ,
To get pollinated by a bee, the Mediterranean orchid offers employs. ഇത് നമ്മൾ വിളിക്കുന്നത് സെക്ഷുവൽ ഡെസീറ്റ് എന്നല്ലേ ഈ പ്രോസസ്സിന് പറയുന്നത്. റിവാർഡ്സ് ഒന്നും അല്ല ഇവർ കൊടുക്കുന്നത്. ഇവരുടെ വൺ ഓഫ് ദ പെറ്റലിനെ ഫീമെയിൽ എന്താ പറയുക ബീയുമായിട്ട് റിസംബിൾ ചെയ്യുന്ന പോലെ മോഡിഫൈ ചെയ്ത് അല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് മെയിൽ ബീസ് അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ട് ശരിക്കും ഇവർ ഫേക്ക് മേറ്റിംഗ് ചെയ്യും. സോ അങ്ങനെയാണ് ഇവരുടെ പോളിനേഷൻ നടക്കുന്നത് അല്ലേ. സോ സെക്ഷുവൽ ഡിസീറ്റ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഫോൾസ് കോപ്യുലേഷൻ എന്ന് പറയും. ഫോൾസ് copulation. Okay, so 30th question, the correct answer is option 1. 29th question, I hope it's clear to all of you. Next, 31st question, which type of interaction is observed in South American lakes visiting flamingos and resident fishes? Okay, ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഈ ഫ്ലമിംഗോ എന്ന് പറയുന്ന വേർഡ്സും ആ ലേക്കിലെ ഫിഷസും രണ്ടുപേരും കൂടെ കോമ്പീറ്റ് ചെയ്യാണ് അതിലുള്ള എന്തിനെ കഴിക്കാൻ, അതിനകത്തുള്ള ചെറിയ ചെറിയ സൂ പ്ലാങ്ക്ടനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ രണ്ടുപേരും ഒരേ ഫുഡിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ. ഇസ്ന്റ് ഇറ്റ്? നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ ആണ്. നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നതാണ് കോമ്പറ്റീഷൻ. 31st ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. 32nd ക്വസ്റ്റ്യൻ, when plant diversity is conserved in natural habitat, the type of conservation strategy is known as. അതായത് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എക്സ് സിറ്റു, ഇൻ വൈവോ, ഇൻ വിട്രോ, ഇൻ സിറ്റു കൺസർവേഷൻ ആണ് അല്ലേ. നമ്മളുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, അതൊക്കെ ഇൻ സിറ്റു കൺസർവേഷൻ്റെ, സേക്രഡ് ഗ്രൂപ്പ്സ് ഒക്കെ ഇൻ സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ ആണ്. 32nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ 3. Isn't it everyone? Next, 33rd question. The non-photosynthetic, non-symbiotic nitrogen fixing bacteria are. ആരാണ് ഇതിൽ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള, അതായത് ഓട്ടോട്രോഫിക് അല്ല, നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്, അപ്പോൾ സൺലൈറ്റ് യൂസ് ചെയ്തില്ല, കീമോട്രോഫ്സ് ആവാം അല്ലേ. നോൺ സിംബയോട്ടിക്, അതായത് സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്നില്ല, ആരുടെയും കൂടെ സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്നില്ല, ഫ്രീ ലിവിങ് ആയിട്ടുള്ളത് ആരാണ്? 33rd ക്വസ്റ്റ്യൻ, റൈസോബിയം സിംബയോട്ടിക് ആണെന്ന് നമുക്കറിയാം. ആനബീന, അസറ്റോബാക്ടർ, നോസ്റ്റോക്ക്. എന്താണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അസറ്റോബാക്ടർ ആണ് അല്ലേ. ആനബീന, നോസ്റ്റോക്ക് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് മക്കൾക്ക് അറിയാലോ. യെസ്, അപ്പോൾ ഫ്രീ ലിവിങ് ആയിട്ടുള്ള, അതായത് നോൺ സിംബയോട്ടിക് ആയിട്ടുള്ള, നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് അസറ്റോബാക്ടർ. 33rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ 3. 34th ക്വസ്റ്റ്യൻ, in the absence of an external source of water, kangaroo rat in North American desert is capable of meeting all its water requirements through. എന്ത് അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ കാംഗ്രൂ റാറ്റ് ചെയ്യുന്നത്? ഈ എക്സ്ട്രീം ഡ്രൈ എൻവറോൺമെന്റിൽ വെള്ളമൊന്നും കിട്ടാത്ത ഭയങ്കര ചൂടുള്ള സമയത്ത് അതെന്താ ചെയ്യുന്നത്? ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ, ടേക്കിംഗ് ലിക്വിഡ് ഫുഡ്, റെഡ്യൂസിങ് ഹിസ് ആക്ടിവിറ്റീസ്, ഹൈബർനേഷൻ. എന്താ ചെയ്യുന്നത്? അതിൻ്റെ ബോഡിയിലെ ഫാറ്റ് അതിൻ്റെ ശരീരത്തിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യും, ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അല്ലേ. യെസ്, അപ്പോൾ അതാണ് കംഗ്രൂ റാറ്റ് ചെയ്യുന്ന അതിൻ്റെ ശരീരത്തിലെ അഡാപ്റ്റേഷൻ. സോ 34th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. 35th ക്വസ്റ്റ്യൻ, under unfavorable conditions, many zooplankton species in lakes and ponds enter a state of diapause, which is nothing but a stage of development, a stage of suspended development, stage of delayed morphology, rapid developmental stage. എന്താണിത്? നമ്മുടെ ഈസ്റ്റിവേഷൻ പോലെ ഒരു സസ്പെൻഡഡ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അവരിങ്ങനെ കുറേ നേരം ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ അല്ലേ കുറേ നാളിങ്ങനെ അവർ ഒരു ആക്ടിവിറ്റിയും ഇല്ലാണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എസ് ഡയോപാസ്. സോ 35th ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ഓപ്ഷൻ 2. 36th ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കട്ടെ, നല്ല വലിപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റഡി ഓഫ് കോംപ്ലെക്സ് factors involved in growth such as insulin like growth factor. ഓക്കെ, ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ. Transgenic animals are specially made to serve as models for human diseases so that the investigation of new treatments for disease is made possible. അതും ശരിയാണ്. കാരണം ട്രാൻസ്ജെനിക് ആനിമൽസിനെ നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതൽ ഡിസീസുകളെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ക്യൂറൊക്കെ ക്യൂർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് പഠിക്കാനും ഒക്കെയാണ്. ഓക്കെ, അതും ശരിയാണ്. പിന്നെ first transgenic cow Rosie produced human protein enriched milk containing human alpha-1 antitrypsin. അത് തെറ്റല്ലേ? That is a wrong statement, isn't it? Yes, and then if we go to the fourth statement,
Transgenic mice are being developed for use in testing of safety of vaccines before they are used on humans. Animal testing ന് വേണ്ടിയിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ ട്രാൻസ്ജനിക് കൗണ്ടിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. സോ 36 ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 അല്ലേ. ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നൗ 37 ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് and A and B and carefully to mark the correct options given below. Okay. Statement A. Ravolfia vomitoria growing in different Himalayan ranges show a high diversity in terms of the potency and concentration of the active chemical reserpine that this plant produces. ഈ പ്ലാന്റ് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെസർപൈൻ. അതിൻ്റെ കോൺസെൻട്രേഷൻ ഓരോ ഏരിയയിലുള്ള പ്ലാന്റിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. B. The Western Ghats have a greater amphibian species diversity than the Eastern Ghats. അതും ശരിയാണ് അല്ലേ. ബിക്കോസ് അവർ രണ്ടുപേരും താമസിക്കുന്ന ഏരിയാസിലുള്ള ക്ലൈമറ്റ്, ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 37 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. 38th ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. The meristem of viral infected plants are removed and grown it in vitro to obtain വൈറസ് ഫ്രീ പ്ലാന്റ് ത്രൂ മെരിസ്റ്റം കൾച്ചർ അല്ലേ. അപ്പം ഒരു വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റിന്റെ മെരിസ്റ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്ത് അതിനെ ഇൻവിട്രോ ആയിട്ട് നമ്മൾ എന്തിൽ ഇതാക്കി, ടു ഒബ്റ്റെയിൻ വൈറസ് ഫ്രീ പ്ലാന്റ് ത്രൂ മെരിസ്റ്റം കൾച്ചർ. റീസൺ ബിക്കോസ് ദ പ്ലാന്റ് വിച്ച് ഇസ് ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ് ദ മെരിസ്റ്റം ഇസ് ഫ്രീ ഓഫ് വൈറസ്. എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? അത് കറക്റ്റ് അല്ലേ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ ബിക്കോസ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ്, ആക്റ്റീവ്ലി ഡിവൈഡിങ്, ദേ കീപ് ചേഞ്ചിങ്, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫെക്റ്റഡ് സെൽസ് ആ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്താവില്ല, ഇൻഫെക്റ്റഡ് സെൽസ് ആവില്ല. മറ്റേതെങ്കിലും ഭാഗങ്ങളിലായിരിക്കും ഇൻഫെക്റ്റഡ് സെൽസ് ഉണ്ടാകുന്നത്. വേറെ ഏതെങ്കിലും ഗ്രോൺ ആൻഡ് മെച്ചുവേർഡ് പാർട്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് സെൽസിനെ നമുക്ക് എടുത്തിട്ട് അവരെ ഒരു കൾച്ചർ മീഡിയത്തിലിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിൽ നിന്നും ഒരു ഹെൽത്തി പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. സോ മെരിസ്റ്റം ഓഫ് എ വൈറൽ ഇൻഫെക്റ്റഡ് പ്ലാന്റിന്റെ മെരിസ്റ്റം നമ്മൾ എടുത്തിട്ട് ഒരു കൾച്ചർ മീഡിയയിൽ, ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ദ ലബോറട്ടറിയിൽ നമ്മൾ വളർത്തിയാലും അതിന് വൈറസ് ഉണ്ടാവില്ല. ഓക്കെ. വൈറസ് വിൽ ബി ഇൻ അനദർ ഇൻഫെക്റ്റഡ് പാർട്ട് ഓഫ് ദ main plant body. Yes, I hope this is clear. 38th question the correct answer option 1 ആണ്. 39 question, statement A. Organ transplantation patients are given immunosuppressive drugs. Yes, that is correct, right? Okay. And അതിൽ നമുക്കറിയാം ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈക്ലോസ്പോറിൻ എ. ഈസ് ആൻ ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? മൊനാസ്കസ് പുർപുരിയസിൽ നിന്നല്ലേ. യെസ്, വിച്ച് ഇസ് എ ഫംഗസ്, ഇസ്ന്റ് ഇറ്റ്? സോ ബോത്ത് ആർ കറക്റ്റ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 39 ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 ആണ് അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 40th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മക്കൾ പറഞ്ഞേ? സം 2000 years old viable seeds of Phoenix lactilifera were discovered during archaeological excavation of King Herod's palace near the Dead Sea. ഇത് ശരിയാണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡ് ഓഫ് 10,000 years of dormancy of seeds has been estimated in Lupinus articus. അതും ശരിയാണ്. The number of seeds in each fruit in case of orchid and some parasitic forms like Orobanche and Stringa is 1. ഇത് തെറ്റല്ലേടാ. ഓർക്കിഡൊക്കെ thousands of seeds പ്രൊഡ്യൂസ് ചെയ്യും, isn't it? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Many fruits have evolved mechanisms for dispersal of seeds. ഇതും ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ് അല്ലേ. യെസ്, ഇവരൊക്കെ ഒരുപാട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ബിക്കോസ് ഓഫ് ദെയർ പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ. 40th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. 41st question, the rate of formation of new organic matter by cow in grassland is called. ഒരു ഗ്രാസ്ലാൻഡിൽ കൗ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്താ നമ്മൾ പറയുന്നത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നൺ ഓഫ് ദിസ്. എന്താ പറയുക? ഒരു കൗ പുല്ല് കഴിക്കുമ്പം അതിന് കിട്ടുന്നത് എന്താണ്? അതിന് കിട്ടുന്നതാണ് അതിൻ്റെ ഗ്രോസ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അത് അതിൻ്റെ റെസ്പിറേറ്ററി ലോസും അതൊക്കെ അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഉള്ളത് മാറ്റിയിട്ട് ബാക്കി സ്റ്റോർ ചെയ്യുന്നതാണ് അതിൻ്റെ നെറ്റ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, ഇസ്ന്റ് ഇറ്റ്? അപ്പം നമ്മൾ അതിന് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും അല്ലേ. 41st ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1 ആണ്. 42nd question, which of the following statement regarding structure of microsporangium are correct? മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോളൻസ്
സാക്ക് അല്ലേ. പോളൻ സാക്കിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് എന്താണ് ചോദിക്കുന്നത്? മൈക്രോസ്പോറാഞ്ചിയം ഈസ് ജനറലി സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. അത് ശരിയാണ്. ഔട്ടർ 3 ലെയേഴ്സ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ. അതും ശരിയാണ്. സെൽസ് ഓഫ് ടപ്പീറ്റം അണ്ടർഗോസ് മിയോസിസ് ആൻഡ് പ്രൊഡ്യൂസ് മൈക്രോസ്പോർ ടെട്രേഡ്. അത് തെറ്റല്ലേ. സെൽസ് ഓഫ് ദ സ്പോറോജിനസ് ടിഷ്യൂ ആണ് മൈക്രോസ്പോർ മദർ സെല്ല് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ടെട്രാഡിനെ തരുന്നു, പോളൻ ഗ്രെയിനെ തരുന്നത്. ഇസ്ന്റ് ഇറ്റ്? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? തെറ്റാണ്. സോ 42nd ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എയും ബിയും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 43rd ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. The separated DNA fragments can be visualized only after staining the DNA with ethidium bromide followed by exposure to UV radiation. Isn't it? Yes, the separated DNA fragments can be visualized only after staining DNA with ethidium bromide. നമുക്ക് bright orange bands കാണാൻ പറ്റും. Statement 2. Separated bands of DNA are cut out from the agarose gel and extracted from gel piece is known as spooling. ആ പ്രോസസ്സിനാണോ നമ്മൾ സ്പൂളിംഗ് എന്ന് പറയുന്നത്? 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് എല്യൂഷൻ എന്നാണ് അല്ലേ. എല്യൂഷൻ എന്നാണ് ആ പ്രോസസ്സിന്റെ പേര്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 43rd ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്ഷൻ 3 ആണ് അല്ലേ. സോ 43rd ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. 44th ക്വസ്റ്റ്യൻ. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് 1 to 4 ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി. 44ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ്. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് KCAL m⁻², e⁻⁻1. ഇത് ശരിയാണ്. Net primary productivity is the rate of production of biomass during photosynthesis. അത് തെറ്റാണ്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണത് അല്ലേ. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി ലോസ് ഇസ് കോൾഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് ശരിയാണ്. അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് ദ റെസ്പിറേറ്ററി ലോസ് ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റിംഗ് എ പെർട്ടിക്കുലർ ഏരിയ. അത് മാത്രമല്ലല്ലോ, ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി, എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം 1ഉം 3ഉം ശരിയാണ്, 2ഉം 4ഉം തെറ്റാണ്. അപ്പം 1 and 3 ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 45th question. Choose the incorrect match for life history variations in various organisms. നമ്മൾ പഠിക്കുന്നത് അതായത് ചില ഓർഗാനിസംസ് അല്ലേ, അവരുടെ ജനറേഷൻസിൽ ഓവർ ദ ജനറേഷൻ ജനറ്റിക് വേരിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രോജനിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സൈക്കിളിൽ ബ്രീഡിംഗ് പാറ്റേണിൽ അവർ പല മാറ്റങ്ങളും വരുത്തും അല്ലേ. അതിനെയാണ് നമ്മൾ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണത്? ബ്രീഡ്സ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ്, പെസിഫിക് സാൽമൺ, ഫിഷ്, ബാംബു. അതായത് ഈ എക്സാമ്പിൾസിൽ ഏതാണ് റോങ് മാച്ച് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം പസഫിക് സാൽമൺ, ഫിഷ്, ബാംബു ഒക്കെ അവരുടെ ലൈഫ് സൈക്കിളിൽ വൺസേ ബ്രീഡ് ചെയ്യാറുള്ളൂ. അതിൽ കുറേ ഓഫ് സ്പ്രിങ്സിനെ അവരുണ്ടാക്കും. ബ്രീഡ്സ് മെനി ടൈംസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇത് ശരിയാണ്. പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ് സ്പ്രിങ്സ്. അത് ബേർഡ്സ് അല്ല, അത് തെറ്റാണ് അല്ലേ. പ്രൊഡ്യൂസസ് സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ് സ്പ്രിങ്സ്. അത് ശരിയാണ്, മാമൽസ് ആണ്. സോ 45th ക്വസ്റ്റ്യനിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലേ, റോങ് സ്റ്റേറ്റ്മെന്റ്. 46th ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനെ കുറിച്ച് റോങ് ആയിട്ടുള്ളത് എന്താണ്? ഇൻടൈൻ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് തിൻ, കണ്ടിന്യൂസ് ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ, ഇത് ശരിയാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇൻ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേം പോളൻ ഗ്രെയിൻ ആർ ഷെഡ് ഇൻ 3 cell സ്റ്റേജ്. ഇത് തെറ്റല്ലേ. 60% ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിൻ ഇസ് ഷെഡ് അറ്റ് ദ 2 cell സ്റ്റേജും and 40% angiospermsൽ pollen grain is shed at the 3 cell സ്റ്റേജുമാണ്. സോ അത് തെറ്റാണ്. A small spindle shaped generative cell floats in the cytoplasm of large vegetative cell. ഇത് ശരിയാണ്. Spora pollen is responsible for pollen grains to be preserved as fuels because of its high resistance അല്ലേ. സോ ഓപ്ഷൻ 2 ആണ് 46ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, വിച്ച് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ. 47th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ കോമ്പിനേഷൻ ഇസ് കറക്റ്റ്? ഇതിൽ ഏത് കോമ്പിനേഷനാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതിൽ ഏത് കോമ്പിനേഷൻ ഇസ് കറക്റ്റ് എന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് അല്ലേ. സെക്കാരോമൈസിസ് ഈസ്റ്റ് ആണ്, A4 ആണ്. A4 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉള്ളത്, ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം. ട്രൈക്കോഡെർമ ഈസ്
ഫംഗസ് അല്ലേ, അതിൽ നിന്ന് നമുക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് കിട്ടുന്നുണ്ട്. ലാക്ടോബാസിലസ് ഇസ് എ ബാക്ടീരിയ ആൻഡ് നോസ്റ്റോക്ക് ഈസ് എ സയനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗി, ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ് നമ്മളുടെ നോസ്റ്റോക്ക്. സോ നമുക്ക് കറക്റ്റ് ആൻസർ എന്താണ് മക്കൾ പറഞ്ഞേ? A4, B3, C1 ആൻഡ് D2, ഓപ്ഷൻ 4 ആണ് അല്ലേ മാച്ച് ഫോളോയിങ്ങിൻ്റെ കറക്റ്റ് ആൻസർ. 48th question. Why is thermoregulation energetically expensive for small animals like shrews and hummingbirds? ഷ്രൂവും ഹമ്മിങ് വളരെ ചെറിയ ആനിമലാണ്. അപ്പോൾ അത് നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അവരുടെ ബോഡി സൈസ്, അവരുടെ വോളിയം വളരെ വളരെ കുറവാണ്. പക്ഷെ അവർ ഇരിക്കുമ്പോഴും അവർ പറക്കുമ്പോഴും ഒക്കെ കുറേ ലാർജ് സർഫസ് ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് ലോസ് കൂടുതലാവാൻ സാധ്യതയുണ്ട് അല്ലേ. സോ ബിക്കോസ് ദേ ഹാവ് എ സ്മോൾ സർഫസ് ഏരിയ റിലേറ്റീവ് ടു ദെയർ വോളിയം. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഇത് അല്ല, ഇത് തെറ്റാണ്. ബിക്കോസ് ദേ ഹാവ് ലാർജ് സർഫസ് ഏരിയ റിലേറ്റീവ് ടു ദെയർ വോളിയം, ഇത് ശരിയാണ്. ബിക്കോസ് ദേ ക്യാൻ ജനറേറ്റ് ബോഡി ഹീറ്റ് മോർ എഫിഷ്യൻ്റ്, തെറ്റാണ് അല്ലേ. തെർമോ റെഗുലേഷൻ ചെയ്യാൻ അവർക്ക് കഴിവില്ല. ബിക്കോസ് ദേ ആർ റെയർലി എക്സ്പീരിയൻസിങ് കോൾഡ്, നോ ദാറ്റ്സ് നോട്ട് കറക്റ്റ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? 48 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 49th ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. Match the trophic levels with their correct species examples in grassland ecosystem. ഫോർത്ത് ട്രോഫിക് ലെവലിലുള്ളത് ആരാടാ? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എഴുതി നോക്കാം. ഗ്രാസിനെ റാബിറ്റ് കഴിച്ചു, റാബിറ്റിനെ സ്നേക്ക് കഴിച്ചു, സ്നേക്കിനെ വൾച്ചർ കഴിച്ചു അല്ലേ. ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, ഫോർത്ത് ട്രോഫിക് ലെവൽ. പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഫോർത്ത് ട്രോഫിക് ലെവൽ ഇരിക്കുന്നത് ആരാ? വൾച്ചറാണ്. AP ആണ്. AP ആയിട്ടുള്ള 2 ഓപ്ഷൻ, ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇരിക്കുന്നത് റാബിറ്റ് ആണ് അല്ലേ. അപ്പോൾ BR ആണ്. APBR. ഓക്കെ. ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇരിക്കുന്നത് ഗ്രാസ് ആണ്. CS ആണ്. ആൻഡ് തേർഡ് ട്രോഫിക് ലെവൽ ഇരിക്കുന്നത് ആരാണ്? നമ്മളുടെ സ്നേക്ക് ആണ് അല്ലേ. അപ്പോൾ DQ ആണ്, isn't it? സോ APBRCS ആൻഡ് DQ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 ആണ് നമ്മളുടെ 49ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് മിനറൽ യൂസേജ് എഫിഷ്യൻസി ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അല്ലേ. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം എഫിഷ്യൻ്റ് ആയിട്ട് ഇൻ ഷോർട്ട് ടൈം മാക്സിമം മിനറൽസിനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാന്റ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദസ് എക്സോഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ഈസ് ഡിലേഡ് അല്ലേ. സോയിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കാനും താമസിപ്പിക്കാനും നമുക്ക് പറ്റും. സോ 50th ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻക്രീസ്ഡ്. A ഇൻക്രീസ്ഡ് ആൻഡ് B ഡിലേഡ് ആയിരിക്കും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡെപ്തിലേക്ക് മിസ് പോയിട്ടില്ല, കാരണം മക്കൾ പഠിച്ച ടോപ്പിക്കുകളാണ്, ക്ലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. അപ്പം GIBs ഇനിയും മക്കൾ എഴുതണം. ഡോണ്ട് മിസ് എ ചാൻസ് ടു റൈറ്റ് GIB എക്സാം. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം നീറ്റ് എഴുതാൻ പോകുന്നവരാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും എക്സാം പാറ്റേണും ടൈം മാനേജ്മെൻറ്റും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ബൈ.